ഹായ്, എൻ്റെ പേര് പ്രണവ്യ എന്നാണ്. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡ്, മോള്, പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തിയാണുള്ളത്. ഞാനിപ്പോൾ സ്നാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംരംഭം 6 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്നാക്കേഴ്സ് എന്ന് പറയുമ്പോൾ സ്നാക്സ് തന്നെയാണ്, ഫുൾ ഐറ്റംസും സ്നാക്സ് തന്നെയാണ്. ഈ സ്നാക്സിൽ നമ്മൾ വെജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോൺ വെജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തിപ്പം ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും കട്ട്ലറ്റ്സ് ഉണ്ട്. അത് വെജ് കട്ട്ലറ്റ് ഉണ്ട്, നോൺ വെജ് കട്ട്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സമോസയിൽ തന്നെ ചിക്കൻ സമോസയുണ്ട്, വെജ് സമോസയുണ്ട്. പിന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു പരീക്ഷണം പോലെ തുടങ്ങിയതാണ് എഗ് സമോസ. ഇതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള എഗ് സമോസ. ഇതിനകത്തിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മെയിൻലി എഗ് ഉണ്ട്, പിന്നെ അടുത്ത സവാള, ടൊമാറ്റോ, മല്ലിയില ഉണ്ട്, പിന്നെ കുറച്ച് മസാലാസായ ചിക്കൻ മസാല ഞാൻ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പെപ്പർ പൗഡറുണ്ട്, അങ്ങനെ കുറച്ച് മസാലാസും കൂടി ഉണ്ട്. ഇത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്ക് ചെയ്തിട്ട് ഈ സമോസ ഷീറ്റിൽ വെച്ച് റാപ്പ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇതും നമ്മൾ കുറച്ച് നേരം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, റെഫ്രിജറേറ്റ് ചെയ്തൊരു 1 hour വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എഗ് സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഓക്കെ, അപ്പോൾ പാന് ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം. ഇനി അടുത്ത എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ എഗ് സമോസാസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് നോക്കി ലോ ആക്കണം കേട്ടോ. നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് എല്ലാം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ സമോസ ഷീറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതാണിപ്പം നമ്മളുടെ വെറൈറ്റി എഗ് സമോസ. പിന്നെ അടുത്ത നമ്മൾ റുമാലി റോളുണ്ട്, ബർഗേഴ്സ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. ഇതാണെങ്കിൽ പോലും വെജും ഉണ്ട്, നോൺ വെജും ഉണ്ട്. പിന്നെ നമ്മൾ ഈ സാൻഡ്വിച്ച്, ബർഗർ, കട്ട്ലറ്റ്സ്, സമോസ, അതിനുപരി നമ്മൾ വട, ഉഴുന്ന് വട, പരിപ്പ് വട, മോദകം, ബജി തന്നെ, ഏത്തക്ക ബജി, മുളക് ബജി, കത്രിക്ക ബജി, അങ്ങനത്തെ വിവിധ ഇനം ഐറ്റംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിപ്പോൾ 6 മാസമായല്ലോ ഞാൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അതിന് മുന്നേ തന്നെ നമ്മൾ FSSAI സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ അത് അപ്രൂവൽ എല്ലാം കിട്ടി. അങ്ങനെ ലീഗലി നമ്മൾ എല്ലാ പേപ്പേഴ്സും എല്ലാം കയ്യിലുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഫുഡിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. സ്നാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ഹോം മെയ്ഡാണ്. ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന മസാലാസ് ആണെങ്കിൽ പോലും, എല്ലാ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നമ്മളെല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം വാങ്ങി കഴുകി പൊടിച്ച് നമ്മൾ തന്നെയാണ് ആ മസാലാസ് എല്ലാം ഉണ്ടാക്കുന്നത്. അത് കാരണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ആ ഫുഡ് ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും വിശ്വാസത്തോടു കൂടി കഴിക്കാം. ഇപ്പോൾ എൻ്റെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ നോൺ വെജിൻ്റെ ഐറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ ബർഗർ, ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ കട്ട്ലറ്റ്,
ഏതെടുത്താലും ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്ട്സ് മേടിക്കുന്ന ഒരാൾ അയാളെടുക്കുന്ന ഓരോ ബൈറ്റ്സിലും ആ ചിക്കൻ പീസ് വരണമെന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. കാരണം ഈ പ്രോഡക്ട്സ് എല്ലാം വാങ്ങി അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ആ പറയുന്ന റിവ്യൂസ് ഉണ്ടല്ലോ, അത് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനിതൊരു 2-3 മണിക്കൂറിന് മുന്നേ തന്നെ ഇതിനകത്തുള്ള ചേരുവകളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ പക്കോടയ്ക്ക് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഗരം മസാല ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, പിന്നെ റൈസ് ഫ്ലോർ ഉണ്ട്, കടലമാവുണ്ട്, മല്ലിയില, കറിവേപ്പില ഉണ്ട്, പിന്നെ അതുപോലത്തെ കുറച്ച് മസാലാസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. നമ്മളിതപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് നമുക്കടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിപ്പം ഒരു സൈഡ് ഫ്രൈ ആയി, നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. സ്റ്റഡീസിന് ശേഷം ഞാൻ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ബേസിക്കലി അങ്ങനെ വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു പണ്ട് മുതൽക്കേ ഉള്ള ആഗ്രഹം. പണ്ട് മുതൽക്കേ എനിക്ക് കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ. അതും ഈ വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കും. നമ്മളിപ്പം യൂട്യൂബ് നോക്കിയാണെങ്കിൽ പോലും ചൈനീസ് ഡിഷസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി ഞാൻ വീട്ടിലുള്ളവർക്കും അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. അവരത് കഴിച്ചിട്ട് ആ കൊള്ളാം എന്ന് പറയുന്നേക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഞാൻ പിന്നീട് ആലോചിച്ചത് എന്തുകൊണ്ട് ഇതൊരു പ്രൊഫഷൻ ആക്കിക്കൂടാന്ന്. നമ്മളിപ്പോൾ സ്നാക്കേഴ്സ് തുടങ്ങിയിട്ട് 6 മാസം അടുപ്പിച്ചായി. ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കുറേ ചെറിയ ഓർഡേഴ്സ് കിട്ടി. പക്ഷേ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ തുടങ്ങി ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2-3 ബൾക്ക് ഓർഡേഴ്സ് കിട്ടിയായിരുന്നു. അതിൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ് സ്കൂളിൽ നിന്നാണ് ഒരു ബൾക്ക് ഓർഡർ കിട്ടിയത്. അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ബൾക്ക് ക്വാണ്ടിറ്റി എമൗണ്ടിൽ നമ്മുടെ സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മണക്കാട് ജവഹർ വിദ്യാഭവൻ എന്ന് പറയുന്ന സ്കൂളിലും ഒരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് അവരുടെ തന്നെ വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടും അവരെന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റിന് അവർ പറയും, എന്തൊക്കെയാണെന്നുള്ളത് അവരപ്പോൾ പറയും. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ തുടങ്ങി ഈ 6 മാസത്തിൻ്റെ അകത്ത് തന്നെ നല്ല രീതിയിൽ നമ്മളുടെ ഈ സ്നാക്കേഴ്സ് എന്ന് പറയുന്ന സംരംഭം മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കട്ട്ലറ്റാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ, പൊട്ടറ്റോ, ബാക്കിയുള്ള മിക്സ് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡ് ചെയ്തെടുക്കണം. അതിനാവശ്യമുള്ളത് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ബ്രെഡ് പൊടിച്ചെടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മിക്സ് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിപ്പോൾ ഏത് മോൾഡാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ എടുത്തേക്കുന്ന സർക്കുലർ ആയിട്ടുള്ളൊരു മോൾഡാണ്. നമുക്ക് ഈ മുട്ടയിൽ മുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇടാം. ഫസ്റ്റ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഇത്തിരി അധികം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ അപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ കട്ട്ലറ്റ്സ് ആയിട്ട് ഇടാം. ഫ്ലെയിം ആദ്യം ഒന്ന് ലോ ആക്കി വെക്കണം. ഒരുപാട് നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ ബ്രെഡ് ക്രംസ് മാത്രം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഇട്ടിരുന്നാൽ മതി. ഇതിപ്പം ഒരു സൈഡൊന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്കും കട്ട്ലറ്റ് റെഡിയാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓരോന്നായിട്ട് എടുക്കാം. നമ്മളിപ്പം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഒന്നും ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ്സൊക്കെ നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലല്ല, എന്നാലും നമുക്ക് ചില കാര്യങ്ങൾക്ക് ഉള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബൾക്ക് ഓർഡേഴ്സ് വരുമ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ പില്ലർ, അതായത് എൻ്റെ ബാക്ക് ബോൺ പോലെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അമ്മ, അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. പാക്ക് ചെയ്യാനും എടുക്കാനും എല്ലാവരും അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിലും ഉപരി എൻ്റെ ഹസ്ബൻഡ്, അനന്തു എന്നാണ് പേര്, പുള്ളിക്കാരനൊരു ഡാൻസറാണ്, ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. എല്ലാത്തിനും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വരെ ഉണ്ട്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ചെറിയ ഓർഡർ ആണെങ്കിൽ പോലും വലിയ ഓർഡേഴ്സ് ആണെങ്കിൽ പോലും, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജസിന്, സ്കൂൾസിന്, അവരുടെ ഓരോ ഫെസ്റ്റിവൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്നാക്സ്, പിന്നെ അല്ലാതെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത്, വെഡ്ഡിങ് റിസപ്ഷൻസ് ആണെങ്കിൽ പോലും, ഫാമിലി ഗെറ്റ് ടുഗെദേഴ്സ്, പാർട്ടീസ്, അങ്ങനെ എന്ത് ഫങ്ഷൻസിനാണെങ്കിൽ പോലും നമ്മളുടെ സ്നാക്സ് എത്തിക്കുന്നതാണ്. ചെറിയ ഓർഡർ ആണെങ്കിൽ ഞാൻ എങ്ങനെ ഇത് ആളുകളുടെ മുന്നിൽ എത്തിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ തലേന്ന് തന്നെ എന്നെ വാട്സപ്പ് ചെയ്യാം. അതായത് ഞാനിങ്ങനെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടാറുണ്ട്, നാളത്തേക്ക് ഇന്ന സ്നാക്സ് അവൈലബിൾ ആണ്, അപ്പം ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫ്രണ്ട് ഞാൻ ഇടാറുണ്ട്. അതേ സമയത്ത് വലിയ ഓർഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്നെ 1-2 ആഴ്ചയ്ക്ക് മുന്നേ വിളിച്ച് ഇൻഫോം ചെയ്താൽ അതനുസരിച്ച് മാത്രമേ നമുക്ക് പ്രോഡക്ട്സ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അതിൻ്റെ ബാക്കി പണിയെല്ലാം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർഡർ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പം ഈ സ്നാക്സ് ആയത് കാരണം ഈ ട്രിവാൻഡ്രം സിറ്റി ലിമിറ്റിലുള്ള ഏരിയയിൽ മാത്രം നമ്മൾ സ്നാക്സ് എത്തിക്കുന്നതാണ്. പിന്നെ നമ്മളിത് ഇനി ഉടനെ സ്നാക്സിന് പുറമെ കേക്ക്സ്, ബാക്കി അല്ലാത്ത ബേക്ക് ചെയ്തെടുക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു പുതിയൊരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്നാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികൾ കാണുമായിരിക്കും. ഇരിക്കുന്നവരടുത്ത് എനിക്ക് പറയുന്ന ഒരു കാര്യമുള്ളൂ, നമ്മളെ മനസ്സിലൊരു എയിമുണ്ടോ, ഒരു ഡ്രീമുണ്ടോ, അത് നിങ്ങളെ കൊണ്ടത് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുന്നോട്ട് വരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് കാരണം ഒരു ദിവസം നിങ്ങൾ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും ലൈഫിൽ.